ഹൈ ഗൈസ്, നമ്മളുടെ ബാക്കിൽ വരുന്ന ട്രെയിൻ കയറാനാണ് നമ്മൾ നടക്കുന്നത്. ഗൈസ്, നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കയറി ഈ ട്രെയിനിന് ആകെ ഒരൊറ്റ സ്റ്റോപ്പുള്ളൂ. അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നേരെ ആലുവ കൊണ്ട് നിർത്തും. പിന്നെ അടുത്തത് തൃശ്ശൂരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആദ്യത്തെ 2 മാത്രമേ ജനറലുള്ളൂ. ബാക്കി ഫുൾ മറ്റേ റിസർവ്ഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പുത്തൻ ട്രെയിനിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണോ എന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. നമ്മൾ വന്ദേ ഭാരതത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല ട്രെയിനിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. ട്രെയിൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാലോ. എന്തായാലും 5 മണിക്ക് എനിക്ക് പൊളിച്ചു ഇവിടെ പല്ലാച്ചിട്ട് പോലും ഇല്ല. കാലത്ത് തന്നെ കൈയിട്ട് തയ്ക്കാൻ പറ്റും. കൈയിട്ട് പ്ലേഡോട്ട് പൊടിച്ച പോലും പല്ല് പോലും തയ്ച്ചിട്ടില്ല. അങ്ങനെയല്ല പല്ലൊന്ന് കാണാം. പിന്നെ ഒരു ചേട്ടൻ ട്രെയിനിൻ്റെ അകത്ത് നിറച്ച് കീ ചെയ്യാൻ കൊണ്ടിട്ടേക്കാണ്. ഫ്രീ ഒന്നല്ല കേട്ടോ, പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ എയർപോർട്ട് എത്തി. ഞാൻ അങ്ങോട്ട് പോകുന്ന ടൈമിൽ അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി പാടം. അതിനിടയ്ക്ക് നമ്മുടെ കൈക്കോട്ടുന്ന ടീമിൽ അവർ വന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ എത്തി ഇറങ്ങി കേട്ടോ. നമ്മുടെ ട്രെയിൻ വന്നു. ഈ ട്രെയിനിലാണ് വന്നേട്ടോ. നമ്മൾ ഫ്ലൈ ഓവറുകൾ കയറുവാണ്. അയ്യോ, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ട്രെയിൻ അതാ പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് വന്നിരിക്കുകയാണ്. ഇനി വണ്ടി എടുക്കണം, വീട്ടിൽ പോകണം. അങ്ങനെ ഡെന്നീസിൻ്റെ വണ്ടി എടുക്കാൻ പോവാണ്. ഏതാണ് ഡെന്നീസിൻ്റെ വണ്ടി എന്ന് നമുക്ക് കാണാം ഗൈസ്. ഒരുപാട് ഫൈനലി വി ഫൈൻഡ് ദ ഡെന്നീസ് വണ്ടി. റോയൽ എൻഫീൽഡിന്റെ എലക്ട്ര എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ അത്. ഡെന്നീസിന്റെ യൂട്യൂബ് ചാനലിൽ ഡെന്നീസിന്റെ വണ്ടി ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അപ്പം അവന്റെ ചാനലിനോട് സബ്സ്ക്രൈബറിനെ കിട്ടും. കണ്ട, വേറെ ഉണ്ടല്ലോ, സൈഡിലും ഉണ്ട്. ഇതേ കണ്ടോ, QR കോഡ് വിത്ത് ലോഗോ. ഒരാളും തെറ്റിപ്പോയില്ല. അപ്പം ഇതാണ് ഡെന്നീസിന്റെ വണ്ടി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വ്ളോഗ് കാണുകയാണെങ്കിൽ, അല്ല ഡെന്നീസിനെ കാണുകയാണെങ്കിൽ, അല്ല ഈ വണ്ടി കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. സാധനം ഇവൻ ഇപ്പൊ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതുള്ളൂ. ഇതാരെങ്കിലും ഊരികൊണ്ട് പോകുന്ന പറഞ്ഞ ബാഗിൽ ഇട്ടൊക്കെയായിരുന്നു. എടാ, ഇതെങ്ങനെ ഊരാ? അതായത് ഈ നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലേ ആർക്കെങ്കിലും ഈ സാധനം ഊരിക്കൊണ്ട് പോണെങ്കിൽ പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കില്ലേ? വണ്ടിയിൽ തൊഴിൽ ഈ സാധനം ഊരിയെടുക്കും. ഓക്കെ ഗൈസ്, നിങ്ങൾ കാണുവാണെങ്കിൽ ഈ സാധനം ഊരിയെടുത്തോട്ടാ. ഓക്കെ, നീസ് പറയുന്നത് ആ സാധനം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, വണ്ടിമെന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഊരിക്കൊണ്ട് വെക്കോ. 24 മണിക്കൂറും വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ ആ സാധനം അവൻ്റെ ബാഗിലിടും. അതിനു വേണ്ടി മാത്രമാണ് ചെക്കൻ ആ ബാഗ് കൊണ്ട് വന്നിട്ടേക്കണത്. പോകുന്ന വഴിയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചു. ഗ്രേപ്പ് ജ്യൂസ് ആണ്, കിടിലൻ സാധനമാണ്. അപ്പൊ ഞങ്ങള് ചെറിയൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇവിടെ കിടിലൻ കുളമൊക്കെ ഉണ്ട്. അപ്പൊ അതേ വീഡിയോ എടുക്കാൻ വന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാടാണിത്. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുളം. നേരത്തെ കണ്ടതല്ലേ. നമ്മൾ വണ്ടി എടുത്തു, നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നീസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, അങ്ങനത്തെ ഒരു സൈക്കിൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇതേ അടുത്തൊരു സാധനം. ഇതേ അടുത്ത് ഫുൾ ചിരട്ടയാണ്. ഇതിങ്ങനെ ഇങ്ങനെ 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 അവ ഉണ്ടാക്കിയതല്ല എന്ന് ആദ്യമേ പറഞ്ഞു. കൊള്ളാം. മെയിനായിട്ട് ഇന്ന് ഡെന്നീസിൻ്റെ വീട്ടിലേക്ക് പോയത് ഈ ഒരു കട്ടിലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവനൊരു 2D പ്രിൻ്ററിനെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായി. റോബോട്ടാണ്. പിന്നെ കിടിലൻ ടേബിളൊക്കെ ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. ഡെന്നീസ് പോടാ പൊക്കം ടാ. ഞാൻ അവിടെ നിന്നൊരു സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതാണത്. ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു ജയഗുരുവിൻ്റെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാരേജ് എത്തിയത്. അവിടെ ജിന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക അവരുടെ എല്ലാ വണ്ടികളും അവിടെ തന്നെയുണ്ട്. നല്ലൊരു അടിപൊളി പാടത്തിൻ്റെ ഏരിയയിലാണ് കേട്ടോ ഈ ഒരു ഗ്യാരേജ് ഉള്ളത്. നല്ല സ്ഥലം. ജയഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻ്റ് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തൃശ്ശൂർ നെഹ്റു പാർക്കിലേക്ക് വന്നു. ഡെന്നീസ് വായി നോക്കാൻ വേണ്ടി വന്ന. അപ്പോ അവൻ അവിടെ ഇരുന്ന് ഫോൺ വിളിക്കാണ്. പിന്നെ ഒരാളുണ്ട്, അതാണ് ഇയാള് ജിമ്മൻ. അടുത്തൊരാളുണ്ട്, ഒരാളെ കിട്ടി. ഒരാള്, അടുത്ത ആള്. ഇവര് രണ്ടുപേരും. ഒരാൾ ഫോൺ വിളിച്ചിരിക്കുന്നു.
3 പേരെയാണ്. ഹൈ ഗൈസ്, നമ്മൾ പാർക്കിലിരുന്നപ്പോൾ നമ്മുടെ ബാക്കിൽ ഫുഡ് അണ്ടർ സാബു ചേട്ടൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം സാബു ചേട്ടനെ കണ്ടെത്തി. സാബു ചേട്ടൻ ഒരു ഹായ് തന്നെ. ഹായ്, താങ്ക് യു സാബു ചേട്ടാ. ഒരുപാട് സന്തോഷം. ഓക്കെ, ഇവിടെ ഇരുന്ന് അവരിങ്ങനെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, കൺഫ്യൂഷൻ അടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ. ആദ്യം മുന്നോട്ട് പോയല്ലോ, പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ രാത്രി ഉറങ്ങുമ്പോഴേ ആണോ അല്ലേ, ഞാൻ പിന്നെ അവർ വിളിച്ചപ്പോ ശബ്ദം കേട്ടപ്പോഴാണ് പിന്നെ ഉറപ്പിച്ചല്ലേ. ഞാൻ പറഞ്ഞു ആളുടെ സൗണ്ട് അതാണ്, നല്ല കട്ടുണ്ട്. പക്ഷെ ആളാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം വീട് ഇവിടെ അല്ല. അങ്ങനെ ഞാൻ സമാധാനം ഇങ്ങനെ അവിടെ വന്നിരിക്കാറുണ്ട്, വൈബ് ചെയ്യാറുണ്ട് ഒറ്റയ്ക്ക്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ശരി, ചാനലൊക്കെ നന്നാവട്ടെ. സൈഡിൽ നിന്നുള്ളൊരു ഈ പാർക്കിന്റെ View വീഡിയോ ഉണ്ടോ? ഭയങ്കര രസമാണ് ആ അവിടുത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ Actually, ഒന്ന് കൊടുക്കാട്ടെ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഹോൾഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഞാൻ പുതിയ ഫോൺ വാങ്ങിയോണ്ട് പഴയ മൊബൈൽ ഹോൾഡറിൽ വെക്കാൻ പറ്റില്ല, ഫോണിന് ഡാമേജ് ആണ്. അപ്പോൾ സ്ക്രൂ ടൈപ്പ് ഒരു ഹോൾഡർ, പഴയ ഹോൾഡർ. ഇതാണ് പുതുതായിട്ട് ഓർഡർ ചെയ്ത ഹോൾഡർ. ഇത് സ്ക്രൂ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൂസ് ചെയ്തിട്ട് ആവശ്യ ടൈമിൽ ടൈറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇത് സ്പ്രിങ് ആണ്, നല്ല രീതിക്ക് വലിച്ച് ടൈറ്റ് ആവണം. അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫോണിന് ഭയങ്കര ഒരു പ്രഷറായിരിക്കും. എൻ്റെ പഴയ ഫോൺ വീതി കറക്റ്റ് ആയിരുന്നു, പക്ഷെ പുതിയത് എഡ്ജ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി. ഇത് വർക്കിംഗ്, ഇതിൽ വെച്ചാലും സംഭവം സെറ്റാണ്, പക്ഷെ ഞാൻ ഇത് വാങ്ങിയേ ഉള്ളൂ. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ വരെ ബൈ.